ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതിന് പിന്നാലെ സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാനത്തിനുമാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ പ്രതികരിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാത്തതുപോലെ തന്നെ ചർച്ചകളിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശസുരക്ഷയും ജനങ്ങളുടെ സമാധാനവുമാണ് ഞങ്ങളുടെ മുൻഗണന. രാഷ്ട്രത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കും. ഒരു ഭീഷണിക്ക് മുന്നിലും ഞങ്ങൾ പിന്മാറുകയില്ല. നയതന്ത്രവും പ്രതിരോധവും ദേശീയ ശക്തിയുടെ രണ്ട് ചിറകുകളാണ്. ഞങ്ങൾ ശത്രുക്കൾക്കെതിരായ യുദ്ധക്കളത്തിൽ നിന്നോ സമാധാനത്തിനായുള്ള ചർച്ചയിൽ നിന്നോ പിന്മാറിയിട്ടില്ല. ഐക്യത്തോടെയും വിവേകത്തോടെയും പരീക്ഷണഘട്ടത്തെ ഇറാൻ അതിജീവിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് എക്സിൽ കുറിച്ചു. ഇസ്രായേലിനെതിരെ മിസൈലുകൾ പ്രയോഗിച്ചത് വേദനയേറിയ പ്രതികരണമായിരുന്നുവെന്ന ഇറാൻ സൈന്യത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന. ലബനനിലെ തെക്കൻ മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം വീണ്ടും രൂക്ഷമായത്. ഞായറാഴ്ച 30ഓളം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത്. ലബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഇതിലും കഠിനമായ നടപടികൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരായ ആക്രമണം നിർത്തിയതായി ഇറാൻ അറിയിച്ചു. പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരെ ആക്രമണം നിർത്തിവെച്ചതായി ഇസ്രായേലും പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെതിരായ നിലവിലെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി ഇറാന്റെ ഖത്തം അൽ അൽബിയ ആസ്ഥാനമാണ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ലബനനിൽ ഉൾപ്പെടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ മുമ്പത്തേക്കാൾ കഠിനവും ശക്തവുമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെതിരെ ആക്രമണം നിർത്തിയെങ്കിലും തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും സംഘർഷത്തിലേക്ക് നയിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനുമായുള്ള വെടിനിർത്തലിന് തയ്യാറായത്. അതിനു മുന്നോടിയായി ഇസ്രായേലും ഇറാനും ഉടനടി വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ട്രംപ് ട്രൂ സോഷ്യലിൽ കുറിച്ചു. 1 മണിക്കൂറിന് ശേഷം പോസ്റ്റ് ചെയ്ത മറ്റൊരു കുറിപ്പിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ശ്രമിക്കുകയാണെന്നും ട്രംപ് അറിയിച്ചു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അതിനിടയിലുള്ള അജ്ഞതയും മണ്ടത്തരവും ചർച്ചകളുടെ വഴി തടസ്സപ്പെടുത്തിയേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അന്തിമ കരാർ എത്തുന്നതുവരെ ഉപരോധം നിലനിൽക്കുമെന്നും പോസ്റ്റിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൽ നിന്ന് പിന്മാറാത്തതുപോലെ തന്നെ ചർച്ചകളിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും രംഗത്തെത്തിയതും ചർച്ചകൾക്ക് വഴിവെച്ചു. യുദ്ധത്തിന് 100 നാൾ തികഞ്ഞ ഞായറാഴ്ചയാണ് ഇറാനും ഇസ്രായേലും വീണ്ടും നേർക്കുനേർ സംഘർഷത്തിൽ ഏർപ്പെട്ടത്. ഞായറാഴ്ച ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഏപ്രിലിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം ഉണ്ടാകുന്നത്. മിസൈലുകളെല്ലാം തടഞ്ഞതായി ഇസ്രായേൽ അറിയിച്ചു. ഞായറാഴ്ച ഇസ്രായേൽ ലബനനിലെ ബെയ്റൂത്തിൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിന്റെ നടപടിക്കുള്ള തിരിച്ചടിയാണ് ആക്രമണമെന്നും ഇതൊരു മുന്നറിയിപ്പാണെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. ഇനി ഇത്തരം ആക്രമണമുണ്ടായാൽ തിരിച്ചടി ഇതിലും വലുതാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെ ഇസ്രായേലും തിരിച്ചടിക്കുകയും ചെയ്തു. അതേസമയം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് ട്രംപിന്റെ പ്രതികരണം. സൗത്ത് കരോലിന സെനറ്റർ ലിൻഡ്സേ ഗ്രഹാമിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പാലിക്കുകയാണെന്നും എന്നാൽ ഇറാൻ വീണ്ടും ആക്രമിക്കാൻ മുതിർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വൻ യുദ്ധത്തിന്റെ വക്കിൽ നിന്നും ഇരു രാജ്യങ്ങളും തൽക്കാലം പിൻവാങ്ങിയ പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.